നോമ്പായതുകൊണ്ട് തന്നെ റവൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ ഒരു റവ കൊണ്ടേ നിങ്ങൾ ഇതുപോലൊരു ഡ്രിങ്ക്, ഒരു വെറൈറ്റി ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കിയാണ്ട് കുടിച്ചു വയ്ക്കുകയാണ്. ഈ ഒരു ചൂടും അതുപോലെ തന്നെ നോമ്പ് നോറ്റുകാണ്ടുള്ള ക്ഷീണും ഒക്കെ മാറും ചെയ്യും. പിന്നെ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി വീണ്ടും വീണ്ടും അങ്ങനെ കുടിക്കുകയും ചെയ്യും. ഈ സാധാരണ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഈ ഒരു വേനൽക്ക് ഒഴിവാക്കിയിട്ട് ഈ ഒരു ചൂടിന് പറ്റിയ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് റവയാണ്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒക്കെ പറ്റും. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവക്ക് വേണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റവനെ വറ്റിച്ചെടുക്കണം എന്നൊന്നുമില്ല, എന്നാലിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തിളച്ച് വേവേണ്ട ആവശ്യമൊന്നുമില്ല, റവല്ല വേഗം തിളച്ച് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു സാധാരണ ഐസ് വെള്ളം ഇങ്ങനെ കുടിക്കുന്നതിനേക്കാളും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ കുടിക്കുക എന്ന് വെച്ചാൽ, പിന്നെ നമുക്കതുപോലെ തന്നെ എത്ര നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്ത് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. തറാവിയൊക്കെ കഴിഞ്ഞ് വന്നാലും നമുക്ക് തന്നെ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വയറും നിറയണമല്ലോ, വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, അപ്പോൾ വയറ് നിറയും കൂടെ ചെയ്യൂട്ടെ ഈ ഒരു ഡ്രിങ്കിലൂടെ. അപ്പോൾ ഈ ഒരു റവ നല്ലോണം ഒന്ന് തിളച്ച സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഒരു നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഈ വാളംകോടൻ പഴം എന്നൊക്കെ പറയുമല്ലോ, മൈസൂർ പഴം, അത് ചേർക്കാതിരിക്കാതിരിക്കട്ടെ നന്നാവുക. പൂവമ്പഴം അതുപോലെ തന്നെ മറ്റേ പഴം ഉണ്ടല്ലോ, റോബസ്റ്റ പഴം, അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി പഴം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവാനോ നിൽക്കണ്ട. ഇത് നമുക്ക് പഴം ഇല്ലെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷെ പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു മിനിറ്റ് സമയമൊക്കെ എങ്ങനെ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും ഈ ഒരു പഴം നല്ലോണം വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊരു ലൈക്കൊക്കെ തരി. പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രിങ്കിൻ്റെ അവസ്ഥകൾ കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാവും, അത് 100% ഉറപ്പാണ്. കാരണം അത്രക്കും വെറൈറ്റി ടേസ്റ്റും പിന്നെ ഇതിൽ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന 2-3 സാധനങ്ങളോട് ചേർക്കണമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ നോമ്പിന് ചിലരൊക്കെ ഈ തരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് മടിയാണ് ഇതൊക്കെ കുടിക്കാൻ. അപ്പോൾ പിന്നെ ഈ ചൂടത്ത് നമ്മൾ തരിക്കഞ്ഞ് കുടിക്കുന്നതിനേക്കാളും നല്ലത് കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ് രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തിളച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടോ. നമ്മൾ റവയെല്ലാം പഴമെല്ലാം കൂടി വേവിച്ച മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറുമ്പോഴേക്കും ഞാനിതാ ഒരു 4-5 ടേബിൾ സ്പൂണോളം ഇതിന് പറയാ, സാബുനരി നാട്ട നമ്മളെ നാട്ടിൽ പറയൽ. ഇനിയിപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പലരും പല രീതിയിലും പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ മുറയൊരു ഭാഗത്തൊക്കെ സാബുനരി എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ആ ഒരു സാബുനരി ഞാൻ വെള്ളത്തിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി വെച്ചിക്കണം. കഴുകി വേവിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ ആ കുരു ഉണ്ടല്ലോ, കുരു മാത്രം എടുത്ത് അരിപ്പിയിലാക്കിയിട്ട് അതിൻ്റെ അടിയിലുണ്ടാകുന്ന ആ കൊഴുത്ത വെള്ളം ഉണ്ടല്ലോ അത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ സാബുനരി വേവിച്ചിട്ട് ആ വെള്ളത്തോടൊക്കെ ഇങ്ങോട്ട് ഈ ഡ്രിങ്കൊക്കെ ഒഴിച്ചും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്, ആ കൊഴുപ്പൊക്കെ ഒഴിവാക്കിയാണ്. കാരണം കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊന്നും കൊഴുപ്പ് വലിയ ഗുണമില്ലല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണം എന്താ വെച്ചാൽ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യം കിട്ടാനൊക്കെ പറ്റുന്നൊരു സംഭവമാണല്ലോ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ്. അപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പ് ഒരു 5-6 എടുത്താണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുടിക്കാനൊന്നും കൂടെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, അല്ലാതെ ഒഴിവാക്കിയോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണതാ ഒരു 4-5 ചുള ഈത്തപ്പഴമാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇതിന് രുചി മാത്രമല്ല, പിന്നെ ഈ ഒരു ഷുഗർ പേഷ്യൻ്റൊക്കെയാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ മധുരമാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈത്തപ്പഴത്തിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി. എന്നാലും ഈ ഒരു ഡ്രിങ്കിലേക്ക് ഇത്രയൊക്കെ വേണം കേട്ടോ, നേരിയൊരു മധുരമേ കിട്ടുള്ളൂ. പക്ഷെ ഞാനിതിലേക്ക് ഇത് മാത്രമല്ല പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോളി. അപ്പോൾ ഞാൻ ഈ ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ഒന്നും വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെച്ചിട്ടില്ല. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു കടിയൊക്കെ കിട്ടുമ്പം ഒരു ഇതല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഏലക്ക പൊടിച്ച് വെച്ചതില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂണ്. അതിൽ കുറേ പഞ്ചസാരയാണ്, ഏലക്ക കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് തോനെ ഏലക്ക വെച്ചുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട കേട്ടോ. പൊടിച്ച പൊടി ഇല്ലെങ്കിൽ 1-2 ഏലക്കൻ്റെ ഉള്ളത്തെ കുരു മാത്രം എടുത്താൽ മതിയാവും, 1/2 ടേബിൾ സ്പൂണൊന്നും വേണ്ട. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തു. ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാല് നല്ല ഫാറ്റുള്ള പാലാണ്, നല്ല നെയ്യൊക്കെ ഉള്ള പാലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ടേ കാച്ചൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗത്ത് നല്ലോണം നെയ്യ് പൊന്തി നിൽക്കുന്നുണ്ട് പാട. അപ്പോൾ ആ ഒരു പാട ഞാൻ മുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഈ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ഇതൊക്കെ നമ്മളെ പ്രോട്ടീനും കാൽസ്യം എല്ലാം കൂടെ നമ്മളെ ശരീരത്തേക്ക് ചെല്ലാനൊക്കെ ഈ പാൽപ്പാട സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പാലിൻ്റെ മേൽഭാഗം നല്ലോണം മുക്കിയെടുക്കുക. എന്നിട്ട് ഞാനൊരു കുറച്ചാണ്ട് ഒഴിച്ചെടുത്തിട്ട് കയ്യിലോണ്ട് ഇങ്ങനെ മുക്കിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ അതിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പാൽ കൂടുന്നതോളം ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടെ ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സമയത്ത് നല്ല ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതുണ്ടല്ലോ, എന്താണ് സാബൂനരി, ചൊവ്വരി എന്നൊക്കെ ചിലയിടത്ത് പറയാറുണ്ട്. അപ്പോൾ ചൊവ്വരി എന്ന് പറഞ്ഞ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പേരിൽ പറയുന്നുണ്ടോയെന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ സാബൂനരി എന്ന് പറയുമ്പോൾ വീഡിയോക്ക് താഴെ കമൻറ്റിൽ ചോദിക്കണം ഈ സാബൂനരി എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്ന്. സാബൂനരി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൈദയോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ഈ സാബൂനരി ഉണ്ടാക്കുന്നത് പൂള വെച്ചിട്ടാണ്. പൂള എന്ന് പറഞ്ഞാൽ കപ്പുണ്ടല്ലോ, മരച്ചീനി, അത് വെച്ചിട്ടാണ് ഈ ഒരു സാബൂനരി ഉണ്ടാക്കുന്നത്. അപ്പം മക്കളെ, ഈ ഒരു ഡ്രിങ്കിൻ്റെ രുചി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കൂട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നമുക്കൊരു അടപ്പായസം റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ആയി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അടപ്പായസം നമ്മൾ കുടിക്കണം അതേ ഒരു ഫീലാട്ടോ അത് കുടിക്കുമ്പോൾ. കാരണം ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇതിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എന്താണ് റവൻ്റെ ആ മിക്സ്, റവയും പാലും പഴവും പിന്നെ അതുപോലെ തന്നെ സാബൂനരിയും പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത കസ്കസ് സബ്ജാ സീഡ്സ് അതും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളിതിങ്ങനെ കുറച്ച് തണുപ്പിച്ചിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അടപ്പായസം തന്നെയാണ്. അടപ്പായസം അതിനേക്കാളും ഒന്നും കൂടെ ഒരു ഡ്രിങ്കിൻ്റെ ആ ഒരു കൂളിങ് എല്ലാം കൂടെ ആണ് കേട്ടോ ഈ ഒരു ഇത്. അപ്പോൾ ഈ ഒരു നോമ്പിനൊക്കെ നമുക്കുണ്ടല്ലോ, ഇത് ഒരു ഗ്ലാസ് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് കിട്ടിയാൽ ഇതുവരെ നിങ്ങൾ കുടിച്ചിട്ടില്ലാത്ത രുചിയിലാണ്. പിന്നെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ രുചി ഉണ്ടായതുകൊണ്ടായിരിക്കാം, ഒരു വെറൈറ്റി രുചിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മളിതുണ്ടല്ലോ, ഈ സാബുനരി നല്ലോണം കഴുകിയില്ലേ, വേവിച്ചതിന് ശേഷം നല്ലോണം കഴുകിയതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. ഇപ്പം നേരിട്ട് കാണുമ്പോൾ നല്ല മുത്തായിട്ടാണ് നിൽക്കുന്നത്. നല്ലോണം കഴുകാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കഴുകാതെ നമ്മൾ സാബുനരി വേവിച്ചിട്ട് ഇതിലേക്ക് ഇടുകയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ മുത്തായിട്ട് നിൽക്കൂല കേട്ടോ. അതിപ്പോൾ കഴുകി വൃത്തിയാക്കി നല്ല മുത്തായിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ മുത്തിട്ട പോലെയാണ് തോന്നുന്നത്. നല്ല ഭംഗിയാണ്. ഇത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ പറയാൻ പറ്റൂല, അത്രക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയില്ല, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ സബ്ജാ സീഡ്സ് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഒരു സാബൂനരിയൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുക, സാബൂനരി എന്നാണോ അതല്ലെങ്കിൽ ചൊവ്വരി? ചിലയിടത്തൊക്കെ ഇതിന് ചൊവ്വരി എന്ന് പറയാറുണ്ട്. അപ്പോൾ ചൊവ്വരി എന്നാണോ സാബൂനരി എന്നാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാ നാട്ടിലും എന്തൊക്കെ, പല നാട്ടിലും പല രീതിയിലുള്ള സംസാരമല്ല, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ
അറിയാലോ എന്തൊക്കെ പേരുകളിലാണ് നമ്മൾ ഈ ഒരു കേരളത്തിൽ ഇതിനൊക്കെ പറയണതെന്നുള്ളത്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കപ്പ വെച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ലോണം കഴുകിയത്. ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഇതൊന്ന് കഴുകണ നന്നാവും. അപ്പോൾ ഏതായാലും ഇതാ അടിപൊളി ഡ്രിങ്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. ഇനി നമ്മളെ വീട്ടിൽ ഒരു നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം അതുപോലെ തന്നെ ഒരു ജ്യൂസൊക്കെ വേണമല്ലോ, അതിനൊക്കെ പകരം നിങ്ങൾ കുറച്ച് റവൊക്കെ വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കിയാൽ ഓരൊക്കെ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. കാരണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.